വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിനീസ് കിച്ചൺ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി പിസ്ത കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പിസ്ത കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഈ പിസ്ത കേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിക്കണം. അതിന് വേണ്ടിയിട്ടൊരു അരിപ്പയിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അന്നേരം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 തവണ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് 4 മുട്ടയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളത് പിസ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പിസ്തയുടെ എസൻസ് 1 ഡ്രോപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം ചേർക്കാൻ പാടില്ല, ഭയങ്കര ഒരു ചൊവയായിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 2 പിഞ്ചോളം ഗ്രീൻ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിസ്തയുടെ ഫുഡ് കളർ ഒരുപാട് ചേർക്കുകയാണെങ്കിൽ കേക്കിന് ഭയങ്കര ഒരു പിസ്തയുടെ എസൻസിൻ്റെ ചൊവയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 2 ഡ്രോപ്പിക്കുള്ളിൽ എങ്ങനെയാലും ചേർക്കരുത്. പിന്നെ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കേക്ക് ഫോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കേക്ക് ഫോൾഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടണം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടേണ്ടത്. അതിനുശേഷം നമുക്ക് കേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ പതിയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ സ്പീഡാക്കി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പിസ്ത പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പിസ്ത ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു റൗണ്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മോൾഡ് ഗ്രീസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൽ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ 30-35 മിനിറ്റ് നിന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയ സമയത്ത് ക്ലീൻ ആയിട്ട് നമ്മൾ ടൂത്ത് പിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്തിന് നമുക്കിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മോൾഡിൽ നിന്ന് കേക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. ഇപ്പം ഞാനിവിടെ കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് ഷുഗർ സിറപ്പ് വെച്ചിട്ടല്ല, 1/2 കപ്പ് മിൽക്കും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് 2 ഡ്രോപ്പ് പിസ്ത എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതാണിപ്പോൾ ഞാനിവിടെ വെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ലെയറും ഒന്ന് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ലെയർ ചെയ്യുന്ന സമയത്തും വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ലെയറും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഫസ്റ്റ് ലെയറിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ക്രീം ഇതുപോലെ പാപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷമാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതും ഇതുപോലെ മിൽക്ക് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ പിസ്ത ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തതോ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 3rd ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഞാൻ മിൽക്ക് സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് ഫസ്റ്റ് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കേക്കിൽ ഫുൾ ഇതുപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്കിൽ ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ 2 ഡ്രോപ്പ് പിസ്തയുടെ മിക്സ് ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഒന്ന് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്ലവേഴ്സും കൂടെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സും കൂടി ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ ബോർഡർ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ പിസ്ത കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൺ ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തതാണിത്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്കിൻ്റെ ലെയേഴ്സൊക്കെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമ്മൾ മിൽക്ക് സിറപ്പ് കൊണ്ട് ഇന്ന് സോക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഈ ഒരു പിസ്ത കേക്ക്. അപ്പോൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന 3 വീഡിയോസും കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഒരു മാർബിൾ കേക്കും, ഒരു പ്ലം കേക്കും, പിന്നെ വാനില കേക്കുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 3 വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇനിയും ഇതുപോലുള്ള സൂപ്പർ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.